ഹായ് മക്കളെ, ബാബു സാറാണേ. ഹായ് പ്യാര വെച്ചോ, നസാറാണേ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ക്വാർട്ടർലി എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് നിങ്ങളെ പേപ്പർ കിട്ടി കാണും. അടിപൊളിയായിട്ട് അവർ പരീക്ഷയൊക്കെ എഴുതി ഒരുപാട് മക്കൾ സന്തോഷമൊക്കെ പങ്കുവെച്ചു. നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. യോദ്ധാ ബാച്ചിലെ കുട്ടികളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തി. ഹിന്ദി വളരെ സുഖകരമായി എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, വളരെ സെറ്റ് ആയിട്ട് അവർക്ക് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത്തവണത്തെ 8th സ്റ്റാൻഡേർഡിന്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നല്ല നിലവാരം കൂടിയ. തീർച്ചയായും. പിന്നെ അഡീഷണൽ അവർക്ക് ഓപ്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറിയ സിലബസ് ആയിരുന്നു. അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു പ്രയാസമാവും എന്നുള്ളതൊക്കെ. പക്ഷെ ആ ആശങ്ക ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇനി ആർക്കെങ്കിലും ഒക്കെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ടുണ്ടാവോ മാഷെ? വളരെ പ്രയാസമായിരിക്കും അല്ലെ അങ്ങനെ തോന്നുന്ന? വളരെ കുറച്ച് ആളുകൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് ക്ലാസ്സുകൾ കിട്ടിയിരുന്നെങ്കിൽ ഗംഭീരമാക്കാമായിരുന്നു തോന്നുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ ഹാഫ് എക്സാമിനേഷൻ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സെറ്റ് ആക്കുന്നുണ്ട്. തീർച്ചയായും. അല്ല സാർ, മാത്രമല്ല ക്വാർട്ടർലി ഭാഗത്തുള്ള പാഠഭാഗങ്ങളെ കുറച്ചുകൂടി ടഫായുള്ള ഭാഗങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ക്വാർട്ടർലി എക്സാമിനേഷൻ പഠിച്ചത്. തീർച്ചയായും. നാലാമത്തെ യൂണിറ്റ് കിടക്കുന്നുണ്ട് 5 പാഠങ്ങളാണ് കിടക്കുന്നത്. അതും കൂടി നമ്മൾ ഗംഭീരമായി പഠിക്കുമ്പോൾ നമുക്ക് ഹാഫിയർലിക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഏകദേശം നമ്മുടെ കുട്ടികളെ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ അവസാനത്തെ കുറഞ്ഞ ദിവസം മാത്രമേ ഹിന്ദി പരീക്ഷയ്ക്കൊക്കെ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ. ശരിക്കും അങ്ങനെ മതിയോ? അങ്ങനെ പോരാ. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊരു ആവറേജ് മാർക്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഓരോ പാഠഭാഗങ്ങളെ കൺസെപ്റ്റ് മനസ്സിലാക്കി, അതിന്റെ വേർഡ് മീനിങ് മനസ്സിലാക്കി, അതിന്റെ ഗ്രാമർ തിയറീസ് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന കുട്ടിക്ക് മാത്രമേ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്താൽ പറ്റുള്ളൂ. അതിന് തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ പഠിച്ചത് കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല, ഒരാഴ്ച നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രയാസം അങ്ങനത്തെ ഒരു പ്രയാസം ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരാഴ്ച മുമ്പ് മാത്രം ഹിന്ദി പഠിക്കാൻ വന്നിട്ട് പോലും 30+ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ മറ്റു ലാംഗ്വേജുകൾ പോലെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പോലെ പ്രാധാന്യം കൊടുത്താൽ വളരെ സെറ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. യോദ്ധാ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളൊക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു പ്രയാസം. നമുക്ക് സത്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ് ഹിന്ദി. എങ്കിൽ പോലും ഒരുപാട് കുട്ടികൾക്ക് ഇതൊരു വലിയ പ്രയാസമുള്ള സബ്ജക്റ്റുകളാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മളെ യോദ്ധാ ബാച്ചിൽ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാ മക്കളും നമ്മുടെ ഹാഫ് ഇയർലിക്കും ഫൈനൽ എക്സാമിനേഷനും ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് ഉയർന്ന മാർക്ക് കിട്ടുന്നതിന് വേണ്ടി കൃത്യമായ ഐഡിയോട് കൂടി ഹിന്ദി പഠിക്കണം. അതിനുവേണ്ടി എക്സാമിലേക്കുള്ള ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും നമ്മുടെ യോദ്ധാ ബാച്ചിൽ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ ചേർന്ന് ഒരുപാട് കുട്ടികൾക്ക് സംശയം ഉണ്ട്, സാർ നേരത്തെ ക്ലാസ്സുകൾ കിട്ടുമല്ലോ. കൃത്യമായിട്ട് അതൊക്കെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് അവിടെ ഉണ്ട്. അതൊക്കെ ചേർത്തുകൊണ്ടുള്ള വീണ്ടും ക്ലാസ്സുകൾ റിവിഷൻ ആയിട്ട് നിങ്ങൾ കിട്ടുകയും അപ്പോൾ അക്കാര്യത്തിൽ ഒന്നും നിങ്ങൾ ടെൻഷൻ. ഹിന്ദിക്ക് അനസാർ ഉണ്ടാവും, ബാബു സാർ ഉണ്ടാവും, സ്നേഹാമിസ് ഉണ്ടാവും. കൂടാതെ മറ്റ് സബ്ജക്റ്റുകൾക്ക് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് അധ്യാപകർ അണിനിരക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് നിങ്ങൾ മുന്നിലേക്ക് ക്ലാസ്സുമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കണം. യോദ്ധാ ബാച്ചിലെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതൊക്കെ ഇവർക്ക് ഓൾറെഡി അറിയാം. എന്നാലും പക്ഷേ ലൈവായിട്ടും റെക്കോർഡായിട്ടും ക്ലാസ്സുകളുണ്ടാവും. ലൈവായിട്ട് ഇനി ഒരു കുട്ടിക്ക് ലൈവ് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് റെക്കോർഡായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ യൂണിറ്റ് വൈസ് എക്സാം നടത്തും അല്ലേ, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ആശങ്ക എന്ത് ചെയ്യും, മക്കൾക്ക് എന്ത് ചെയ്യും, ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ, നമ്മുടെ യോദ്ധാ ബാച്ചിലേക്ക് പോരാ. ഞങ്ങളൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.